എന്തൊക്കെ നിങ്ങൾ എന്താ ഈ കണക്കും കൂട്ടി ഇരിക്കണത്? ഇങ്ങനെ ഇരുന്നാ മതിയോ? നമ്മളെ ഹൗസ് വാമിങ്ങിന്റെ ഡേറ്റ് ഇവിടെ ആയില്ലേ? എപ്പോഴാ ഈ ഫർണിച്ചർ ഒക്കെ എടുക്കണത്? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാമിയെ? കണക്കൊന്നും കൂട്ടിയിട്ട് റെഡി ആവുന്നില്ല. പൈസ ആണെങ്കിൽ അടുത്ത മാസം തരാന്ന് ഓരോരുത്തർ പറഞ്ഞത്. ഈ കയ്യിൽ വേണമെങ്കിൽ എന്റെ 5ന്റെ പൈസ ഇപ്പൊ ഇല്ല. ഫർണിച്ചർ വാങ്ങിയിടണ്ടേ? എനിക്ക് ബോധമില്ലാഞ്ഞിട്ടൊന്നല്ല. അതാണ് നിങ്ങളെ പ്രശ്നം. നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഫർണിച്ചർ ഉള്ള സ്ഥലം നമുക്കുണ്ട്. അതന്നെ നിങ്ങൾക്ക് ഇപ്പൊ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ EMI ആയിട്ടും പിന്നെ പഴയ നമ്മളെ കുറെ ഫർണിച്ചർ ഇല്ലേ, എക്സ്ചേഞ്ച് ഓഫറും കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ട്. നമുക്കൊന്ന് അവിടെ പോയി നോക്കിയാലോ? ആണോ? എന്നാ പിന്നെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നേരത്തെ പറയണ്ടേ? എന്നാ പിന്നെ നമുക്ക് പോയി എടുക്കാലോ. ഈ എന്തായാലും വേറെ റെഡി ആവ്. ആയിക്കോട്ടെ, ഞാൻ എന്തായാലും വേറെ റെഡി ആവാം. അങ്ങനെ ഞാൻ എത്തിയിട്ടുള്ളത് ഫർണിച്ചറുകളുടെ ഒരു ലോകമായിട്ടുള്ള ഐഫ ഫർണിച്ചറിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പ്രീമിയം കളക്ഷൻ ടേബിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6,900 ആണ്. ഈ അടിപൊളി സ്റ്റാൻഡിംഗ് മിററിനില്ലേ 1,590 വരുന്നുള്ളൂ. ഈ സോഫ ഒക്കെ എങ്ങനെയാ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സോഫാണ് 19,500 സോഫാണ് 14,500 കൊടുക്കുന്നത്. ആണോ? അപ്പൊ 3 സീറ്റിനോ? 3 സീറ്റ് ഒക്കെ ആണെങ്കിൽ 8,500 വരുന്നുള്ളൂ. ആണോ? ഇവിടെ ബെഡ്റൂം സെറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 22,900 പക്ഷെ നിങ്ങൾ കയ്യിൽ ക്യാഷ് ഇല്ലേ? എന്നാൽ നിങ്ങൾക്ക് വെറും 3,800 വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഈ കാണുന്ന 3 ഡോർ വാർഡ്രോബ് ഒക്കെ അല്ലേ വെറും 1,500 നിങ്ങൾക്ക് കൊണ്ടുപോവാം. ഈ കാണുന്ന പ്രീമിയം സോഫ സെറ്റ് ഇല്ലേ നിങ്ങൾക്ക് 5,600 ഉണ്ടെങ്കിൽ കൊണ്ടുപോവാം. ഈ കുഷൻ വരുന്ന പ്രീമിയം കട്ടിലേക്ക് 2,750 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഞാൻ ഈ പറഞ്ഞ റേറ്റുകളെല്ലാം ഓഫർ റേറ്റും അതുപോലെ EMI റേറ്റും ആണ് കേട്ടോ. ബജാജിന്റെ കാർഡ് ഉള്ളവർക്കാണെങ്കിൽ ക്യാഷ് ഇപ്പൊ കൊടുക്കാതെ അടുത്ത മാസം മുതൽ കൊടുത്തിട്ട് കൊണ്ടുപോകാം. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകര ചെമ്മനിൽ ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് ഐഫ ഫർണിച്ചർ ആണ്.